ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ SITയുടെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. 3 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. കസ്റ്റഡിയിൽ വേണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ഇപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട്. കോടതി നടപടികൾക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്തേക്ക് ഇറക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത്. രാഹുലിനെതിരെ ചീമുട്ട എറിഞ്ഞൊക്കെയാണ് DYFI പ്രവർത്തകരടക്കം പ്രതിഷേധിക്കുന്നത്. ഡിജിറ്റൽ രേഖകൾ കണ്ടെടുക്കേണ്ടതുണ്ടെന്നും പാലക്കാട് ഉൾപ്പെടെ തെളിവെടുപ്പ് നടത്തണമെന്നും പ്രോസിക്യൂഷൻ ഇപ്പോൾ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. രാഹുലിന്റെ ജാമ്യ ഹർജി ഇനി വെള്ളിയാഴ്ചയായിരിക്കും പരിഗണിക്കുക. ജയിലിന് പുറത്തും കോടതിക്ക് പുറത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടക്കുന്നത്. അതേസമയം കോടതി നടപടികളെല്ലാം കഴിഞ്ഞ് ഈ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോഴും യാതൊരു തരത്തിലുള്ള ഭാവവ്യത്യാസവുമില്ലാതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്നത് എന്നുള്ളതാണ്. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകാനുണ്ട്. ലിജോ, വലിയ പ്രതിഷേധമാണ്. ആ ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് കാണാവുന്നതാണ്. അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു വ്യത്യാസവുമില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിലിനെ 11 മണിയോടുകൂടെ കോടതിയിൽ ഹാജരാക്കുന്നു. കോടതി മുറിക്കുള്ളിൽ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ ചിരിച്ച് വളരെ ഒരു പ്രസന്നവദനായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. വക്കീലനോടൊക്കെ ഇടയ്ക്ക് സംസാരിക്കുന്നുണ്ടായിരുന്നു. കോടതി ഇടയ്ക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഇടവേള എടുത്ത സമയത്ത് മറ്റു പല ആളുകളും രാഹുലിനോടൊക്കെ വന്ന് സംസാരിക്കാനൊക്കെ ഒരു ശ്രമം നടത്തുകയും തനിക്ക് പരിചയമുള്ള ആളുകളെയൊക്കെ ദൂരെ നിന്ന് തന്നെ കൈകാണിക്കാനൊക്കെ രാഹുലിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം അതായത് ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാണോ പെരുമാറുന്നത് ആ രീതിക്ക് തന്നെയായിരുന്നു. ഒരു 2 കേസുകൾ നേരത്തെ ഉണ്ടായിരുന്നു. 3ാമത്തെ കേസിൽ ഇത്തരത്തിൽ റിമാൻഡിലായി കസ്റ്റഡിയിലേക്ക് പോകാൻ പോകുന്ന ഒരു പ്രതിക്ക് സാധാരണ ഉണ്ടാകേണ്ടുന്ന ഒരു ജാള്യത പോലും രാഹുലിന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ കാര്യം. പല കേസുകളിലും ഇത്തരത്തിൽ കോടതിയിൽ ഞാൻ കയറി കണ്ടിട്ടുള്ളതാണ്. ആ സമയത്തൊക്കെ ആ പ്രതികൾക്ക് അറിയാവുന്ന ആളുകൾ വന്നാൽ പോലും അവർക്കൊന്ന് മുഖം കൊടുക്കുന്നതിന് ഒരു മടിയുണ്ടാകും. പക്ഷേ രാഹുലിന് അത്തരത്തിലുള്ള യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. കസ്റ്റഡിയിലേക്ക് വിടുക എന്നുള്ള ഒരു കാര്യം കഴിഞ്ഞപ്പോഴും ആ പ്രതിക്കൂട്ടിൽ നിന്നുകൊണ്ട് വളരെ കൂളായിട്ട് അക്കാര്യം കേൾക്കുകയും തുടർന്ന് കുറേ സമയം അവിടെ ചിലവഴിച്ചതിന് ശേഷമാണ് തിരിച്ചു ഇറങ്ങിയത്. പക്ഷേ രാവിലെ വലിയ പ്രതിഷേധം, അതായത് രാഹുലിന് അടുക്കാനൊക്കെ ആളുകൾ, അതായത് പ്രതിഷേധക്കാർ ശ്രമിച്ചത് കൊണ്ട് തന്നെ 2 ലെയറായി നിന്നുകൊണ്ട് പോലീസുകാർ ഷീൽഡ് മുകളിലേക്ക് ഉൾപ്പെടെ ഉയർത്തി, അതായത് ഒരു കാരണവശാലും രാഹുലിനെ ആളുകൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത വിധത്തിൽ ഷീൽഡ് ഉയർത്തിക്കൊണ്ടായിരുന്നു അവിടെയും അത്തരത്തിൽ ഒരു സംരക്ഷണം ഒരുക്കി പുറത്തേക്ക് ഇറക്കിയത്. 3 ദിവസത്തേക്ക് ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. അതായത് 15-ാം തീയതി വൈകുന്നേരം വരെ രാഹുലിന് കസ്റ്റഡിയിലുണ്ടാകും. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്വേഷണ സംഘത്തിന് ലഭിക്കുക എന്ന് പറയുന്നത് 2.5 ദിവസമായിരിക്കും. അതിനിടയ്ക്ക് പാലക്കാട് ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തണം. തിരുവല്ലയിലെ ഹോട്ടലിൽ തെളിവെടുപ്പ് നടത്തേണ്ടത് ഒരു ആവശ്യമുണ്ട്. ഇതെല്ലാം ആ ഒരു സമയത്തിനുള്ളിൽ പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും ആ കസ്റ്റഡി പൂർത്തിയാക്കി തിരികെ കോടതിയിലേക്ക് എത്തിക്കുകയും 16-ാം തീയതി രാഹുലിന്റെ ജാമ്യ ഹർജി തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുകയും ചെയ്യും.